ആദ്യ പുസ്തകം അധ്യായം 44. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അവൻ തൻ്റെ ഗ്രഹവിചാരകനോട് കൽപ്പിച്ചത്, ഇവർക്ക് എടുക്കാവുന്നിടത്തോളം ധാന്യം ഈ മനുഷ്യരുടെ ചാക്കുകളിൽ നിറച്ച് ഓരോരുത്തൻ്റെയും ദ്രവ്യം അവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വയ്ക്കുക. ഇളയവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ എൻ്റെ വെള്ളിപ്പാനപാത്രവും അവൻ്റെ ധാന്യത്തിൻ്റെ വിലയും വച്ചേക്കുക. യൗസേപ്പിൻ്റെ വാക്കുപോലെ ഭൃത്യൻ ചെയ്തു. പ്രഭാതമായപ്പോൾ അവരെയും അവരുടെ കഴുതകളെയും പോകാൻ യാത്രയാക്കി അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. ദൂരത്ത് ആകും മുമ്പ് യൗസേപ്പ് തൻ്റെ ഗൃഹവിചാരകനോട്, ആ മനുഷ്യരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. അവരുടെ ഒപ്പമെത്തുമ്പോൾ അവരോട് പറയണം, നിങ്ങൾ നന്മയ്ക്ക് പകരമായി തിന്മ ചെയ്തതെന്തിന്? ആ പാനപാത്രത്തിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അവൻ ലക്ഷണം നോക്കുന്നതും അതിൽ അല്ലയോ? നിങ്ങൾ ചെയ്ത ഈ കാര്യത്തിൽ നിങ്ങൾ കുറ്റക്കാരാണ്. അവൻ അവരുടെ ഒപ്പം എത്തിയപ്പോൾ ഈ വാക്കുകൾ പോലെ തന്നെ അവരോട് പറഞ്ഞു. അവർ അവനോട്, യജമാനൻ ഈ വാക്കുകൾ പറയരുതേ. നിന്റെ അടിയങ്ങൾ ഒരിക്കലും ഈ കാര്യം ചെയ്യുകയില്ല. ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം കനാൻ ദേശത്ത് നിന്ന് മടക്കി കൊണ്ടുവന്നുവല്ലോ. നിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വെള്ളിയോ പൊന്നോ എങ്ങനെ മോഷ്ടിക്കും? നിന്റെ അടിയങ്ങളിൽ ആരുടെ പക്കൽ അത് കണ്ടെത്തുന്നുവോ അവൻ മരിക്കണം. അടിയങ്ങൾ യജമാനന് അടിമകളും ആയിക്കൊള്ളാം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുപോലെയാകട്ടെ. ആരുടെ പക്കൽ അത് കണ്ടെത്തുന്നുവോ അവൻ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ കുറ്റമറ്റവരായിരിക്കും. അവർ ഓരോരുത്തരും തിടുക്കത്തിൽ തൻ്റെ ചാക്ക് താഴെ ഇറക്കി അവനവൻ്റെ ചാക്കഴിച്ച് മൂത്തവനിൽ തുടങ്ങി ഇളയവൻ വരെ പരിശോധിച്ചു. ബെന്യാമിൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടെത്തി. അവർ തങ്ങളുടെ വസ്ത്രം കീറി അവനവൻ്റെ കഴുതപ്പുറത്ത് കയറി പട്ടണത്തിലേക്ക് മടങ്ങി. യൗസേഫ് അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. യഹൂദായും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ അടുക്കൽ പ്രവേശിച്ചു. അവൻ്റെ മുമ്പാകെ നിലത്ത് വീണു. യൗസേപ്പ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇത് ചെയ്തത് എന്ത്? എന്നെ പോലെയുള്ള ഒരുവന് ലക്ഷണം നോക്കി അറിയാമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നുവോ? യഹൂദ അവനോട് പറഞ്ഞത്, എൻ്റെ യജമാനനോട് ഞാൻ എന്തു പറയും? എന്തു സംസാരിക്കും? എന്തിനാൽ നീതീകരിക്കും? ദൈവസന്നിധിയിൽ അടിയങ്ങളുടെ പാപം കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, ഞങ്ങളെല്ലാം യജമാനന് അടിമകൾ. ആരുടെ പക്കൽ പാനപാത്രം കണ്ടെത്തിയോ അവൻ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞു. യഹൂദ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ യജമാനനോട് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ യജമാനൻ്റെ മുമ്പാകെ അടിയൻ ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. അടിയൻ്റെ നേരെ കോപം ജ്വലിക്കരുത്. എന്തെന്നാൽ അങ്ങ് ഫറവോനെ പോലെ തന്നെയാകുന്നുവല്ലോ. യജമാനൻ അടിയാങ്ങളോട്, നിങ്ങൾക്ക് പിതാവോ സഹോദരന്മാരോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും വാർദ്ധക്യത്തിൽ അവന് ജനിച്ച ഒരു ഇളയ മകനും ഉണ്ടെന്നും അവൻ്റെ സഹോദരൻ മരിച്ചുപോയെന്നും അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്നും അവൻ അപ്പന് പ്രിയനാണെന്നും
അടിയങ്ങൾ യജമാനനോട് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് നീ അടിയങ്ങളോട് പറഞ്ഞു. ബാലന് പിതാവിനെ വിട്ടുപോരാൻ കഴിയുകയില്ല, വിട്ടുപോന്നാൽ പിതാവ് മരിച്ചു പോകും എന്ന് ഞങ്ങൾ യജമാനനോട് പറഞ്ഞു. നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ദുഃഖം കാണുകയില്ല എന്ന് അടിയങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ പിതാവായ നിന്റെ അടിയാൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നപ്പോൾ യജമാനന്റെ വാക്കുകളെല്ലാം അവനെ അറിയിച്ചു. പിന്നീട് നിങ്ങൾ പോയത് കുറെ ധാന്യം വാങ്ങിക്കൊണ്ടുവരുവിനെന്ന് ഞങ്ങളുടെ പിതാവായ നിന്റെ അടിയാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിതാവിനോട്, ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല, ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊപ്പം വരുമെങ്കിൽ ഞങ്ങൾ പോകാം. എന്തെന്നാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ മനുഷ്യന്റെ മുഖം കാണുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പിതാവായ നിന്റെ അടിയാൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരിൽ ഒരുവൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി, അവൻ തീർച്ചയായും കൊല്ലപ്പെട്ടു പോയി. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. നിങ്ങൾ ഇവനെയും എൻ്റെ അടുക്കൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുകയും അവന് വല്ല പ്രാതികൂല്യവും നേരിടുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യത്തെ വേദനയോടെ പാതാളത്തിലേക്ക് ഇറക്കും. ഞങ്ങളുടെ പിതാവായ നിന്റെ അടിയാൻ്റെ അടുത്ത് ഞങ്ങൾ ചെല്ലുകയും ബാലൻ ഞങ്ങളോടുകൂടെ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ സ്വന്തം പ്രാണനെ പോലെ അവന് പ്രിയനാകയാൽ ബാലൻ ഞങ്ങളോടുകൂടി ഇല്ലാതിരുന്നാൽ അവൻ മരിച്ചു പോകും. അടിയങ്ങൾ നിന്റെ അടിയാനായ ഞങ്ങളുടെ പിതാവിൻ്റെ വാർദ്ധക്യത്തെ വ്യഥയോടെ പാതാളത്തിലേക്ക് ഇറക്കേണ്ടി വരും. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഞാൻ എന്നാളും എൻ്റെ പിതാവിന് കുറ്റക്കാരനായിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ജാമ്യം നിന്നിട്ട് ഉള്ളതാകുന്നു. ആകയാൽ ഇപ്പോൾ അടിയൻ ബാലന് പകരം നിന്റെ അടിയാനായി പാർത്തുകൊള്ളാം. ബാലൻ അവൻ്റെ സഹോദരനോടുകൂടെ പൊയ്ക്കൊള്ളട്ടെ. ബാലൻ എന്നോടുകൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? എൻ്റെ അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.